ഞാൻ ഡോക്ടർ അശ്വതി. കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിനെ കിടത്തിയിട്ട് ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ. ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കമന്റ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറുക്കൊക്കെ കാലിൽ കിടത്തി കൊടുക്കാറില്ലേ, അതും പ്രോബ്ലം ആണോ? പണ്ടത്തെ അമ്മമാർ കാലിൽ കിടത്തിയല്ലേ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ചെറിയ ബേബീസിന് കാലിന്മേൽ കിടത്തി കുറുക്ക് കൊടുക്കാമോ? ബേബി ഇരിക്കാറായിട്ടില്ല. ഒരു സംശയം, കുട്ടികൾക്ക് റാഗി കൊടുക്കുമ്പോൾ കിടത്തി കൊടുക്കാൻ പറ്റുമോ? 6 month ഓൾഡ് ബേബിക്ക് റിപ്ലൈ തരണേ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കാണ് കോംപ്ലിമെന്ററി ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഈ വന്ന കോമന്റ്സിൽ 6 മാസമായ കുട്ടിയാണ്, പക്ഷേ ബേബി ഇരിക്കാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. 6 മാസം കഴിയുമ്പോൾ വിത്ത് സപ്പോർട്ട് ഒരു കുഞ്ഞിന് ഇരിക്കാൻ സാധിക്കും. ഇപ്പൊ അമ്മയാണ് ഫുഡ് കൊടുക്കുന്നെങ്കിൽ മടിയിലിരുത്തുക കുഞ്ഞിനെ, കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ തിരിച്ചിരുത്താം, നമ്മൾക്ക് കുഞ്ഞിനെ കാണുന്ന രീതിക്ക് ഇരുത്തുക, വെച്ച് ഫീഡ് ചെയ്യുക. നമുക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുക, അവരിരുത്തുക, കുഞ്ഞിനെ മടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിരിഞ്ഞിങ്ങനെ ഫേസ് ചെയ്തിരുന്നിട്ട് ഫുഡ് ഇങ്ങനെ കൊടുക്കാം. പിന്നെ എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് കുഞ്ഞിനെ കാലിൽ കിടത്തി ഫുഡ് കൊടുക്കുന്നത്? അവർക്ക് പറയാൻ പോലുള്ള കഴിവില്ല, അത് വേറൊരു കാര്യം. ബുദ്ധിമുട്ടി അവരിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ വായിന്ന് കുമിളകളൊക്കെ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞിന് ഫുഡ് ഇഷ്ടപ്പെടാതെ കുഞ്ഞ് തുപ്പുന്നതാണ്. പക്ഷെ തുപ്പുന്നതല്ല, ആക്ച്വലി അവർക്ക് ഇറക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കാണിക്കുന്നതാണ്. ഈ ഒരു അവസരത്തിൽ ആസ്പിറേഷൻ ഉണ്ടാവും.